യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 5-ാം തിരുവചനം. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഇന്നത്തെ പ്രഭാതത്തിൽ ഈ തിരുവചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളുടെയും അവസ്ഥ എന്താണോ, ആ അവസ്ഥ ഈ വചനം ആമേൻ ചൊല്ലി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ്റെ നിലവിലുള്ള ആ അവസ്ഥ ഇന്ന് മാറി അവൻ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടും. ഉണങ്ങിയ അസ്ഥികൾ ഇതുവരെ മനുഷ്യജീവൻ പ്രാപിച്ചിട്ടുള്ള ചരിത്രമില്ല. എന്നാൽ ദൈവം എസെക്കിയേൽ ദീർഘദർശിയോട് പറയുകയാണ്, നിന്റെ മുന്നിൽ കാണുന്ന ഉണങ്ങി വരണ്ട് കിടക്കുന്ന അസ്ഥികളോട് നീ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിക്കുക. ആ അസ്ഥികളിൽ ഞാൻ പ്രാണൻ നിവേശിപ്പിക്കും എന്ന്. ഒന്നിനും കൊള്ളാത്തവനായി എല്ലാവരാലും പരിത്യജിക്കപ്പെട്ടു ദൂരെ വലിച്ചെറിഞ്ഞിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ആ അവസ്ഥ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ അവസ്ഥ ദൈവം കണ്ടിട്ടുണ്ട്. പണമില്ലാത്തതിൻ്റെ പേരിൽ, സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ, കഴിവില്ലാത്തതിൻ്റെ പേരിൽ, ഏതൊക്കെ പേര് പറഞ്ഞാണോ നിങ്ങളെ തള്ളിപ്പറഞ്ഞത്, ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിങ്ങളെ ദൈവം പുതിയൊരു ജീവൻ നിങ്ങളിലേക്ക് നൽകി, പുതിയൊരു ആത്മാവിനെ നിങ്ങളിലേക്ക് നൽകി, ജീവനും ഓജസ്സും തേജസ്സുമുള്ള വ്യക്തികളാക്കി നിങ്ങളെ മാറ്റും. ആ സമയം നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ നിങ്ങളുടെ അടുത്ത് പുകഴ്ത്തുവാൻ വരും. ഓർക്കുക, ലോകമല്ല, ദൈവമാണ് നിനക്ക് പുതിയ ജീവൻ തന്നിരിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടി മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ജീവനുള്ള ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തർക്കും, നിങ്ങളുടെ മക്കൾക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.